ഇന്ത്യയിലെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് പ്രധാനമായിട്ട് അമേരിക്ക വെനിസുലയിൽ നടത്തിയ ആക്രമണം, അതുപോലെ തന്നെ ഇറാൻ്റെ കുറച്ച് വിഷയങ്ങൾ, റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്പാരിസൺ, ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ട്രംപ് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് സംസാരിച്ച വിഷയമാണ് ഈ വീഡിയോയിലെ ടോപ്പിക്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ബോയ്സ് ഡിഡ് എ വെരി ഗുഡ് ജോബ് എന്നുള്ള രീതിയിലുള്ള അപ്രിസിയേഷനോട് കൂടിയാണ് ഈ ഒരു ടോപ്പിക്ക് തുടങ്ങിയത്. അപ്പോൾ വെനിസുലയിലെ പ്രസിഡൻ്റായിട്ടുള്ള മദുറാവോവിനെ US-ൻ്റെ ഡെൽറ്റ ഫോഴ്സ് അവരാണ് കൃത്യമായിട്ട് മദുറാവോയുടെ പാലസിൻ്റെ മുകളിലേക്ക് ചെന്ന് ഇറങ്ങുകയും നൈസായിട്ട് പോയിട്ട് ഉറങ്ങിക്കിടന്ന മദുറാവോവിനെ പൊക്കിയെടുത്തുകൊണ്ട് ന്യൂയോർക്കിലേക്ക് സ്ഥലം വിട്ടതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് തന്നെയുള്ള നറേറ്റീവ്. ഇനി ഇന്നലെ കുറേയൊക്കെ വാർത്തകൾ വെനിസുലയുടെ ഉള്ളിൽ നിന്നും അവരുടെ ഡിഫൻസ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവരൊക്കെ എവിടെയായിരുന്നു വെനിസുലയിലെ പ്രസിഡന്റിനെ പൊക്കിയെടുത്തുകൊണ്ട് അമേരിക്ക പോകുമ്പോൾ? ഇവരെവിടെയായിരുന്നു? ഏത് സ്ഥലത്താണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ ഇതിനകത്ത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. പക്ഷെ അതേസമയം പൊതുവിൽ ഒരു മാക്രോ വ്യൂ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിൻ്റെ ആ ഒരു സോവറിനിറ്റി, അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, അതിനെയൊക്കെ ഒരു രീതിയിൽ മാനിക്കാതെ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന അരാജകത്വം, ഈ രീതിയിലും നമുക്കിതിനെ നോക്കിക്കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ 2 വിഷയങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് ട്രംപ് ഉന്നയിച്ചത്. ഇതിൽ ആദ്യം പറഞ്ഞു വെച്ച വിഷയം എന്ന് പറഞ്ഞാൽ വെനിസുലയെ ഇത്രയും നാളും ആക്രമിക്കാനുള്ള കാരണം എന്താണെന്ന് ട്രംപ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മരുന്ന് കടത്താണ്. അതായത് ഈ മരുന്ന് മാഫിയകളുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ അമേരിക്കയുടെ ഉള്ളിലേക്ക് മരുന്ന് കടത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പം വെനിസുലയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മദുറോവിനെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടല്ലോ അമേരിക്കയിലേക്ക്. അപ്പോൾ അറസ്റ്റ് ചെയ്ത് ചാർജ് ചുമത്തിയാണ് കൊണ്ടുവരുന്നത്. എന്താണ് ചാർജ്? അമേരിക്കയുടെ ഉള്ളിലേക്ക് മരുന്ന് കടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്രിമിനൽ ചാർജാണ് പുള്ളിക്കാരൻ്റെ മേളിൽ ചുമത്തിയിരിക്കുന്നത്. അപ്പം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്നുള്ള വാദങ്ങളൊക്കെയാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഇതിന് മുമ്പുള്ള ഒരു സെനാറിയോ, ഇതിന് മുമ്പ് ഇതേപോലൊരു സീൻ നമ്മൾ ഓർക്കണം. അതായത് ഇറാഖിലേക്ക് അമേരിക്ക കടന്നു ചെന്ന ഒരു സാഹചര്യം, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അതിനു മുമ്പ് നമ്മൾ ഒരു വിഷയം ഈ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കാണേണ്ടത്, അതിന് തൊട്ടടുത്ത് ട്രംപ് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ വെനിസുലയുടെ ഉള്ളിലുള്ള എണ്ണ വിതരണം കംപ്ലീറ്റ് അമേരിക്ക ഏറ്റെടുക്കും. അമേരിക്കയുടെ മോണോപോളി ബിസിനസിന്റെ കീഴിലേക്ക് വരികയാണ് വെനിസുല. അപ്പോൾ വെനിസുല ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കണം, ഞങ്ങൾ എന്താണോ പറയുന്നത് അതായിരിക്കണം അവിടെ നടപ്പിലാകുന്നത്, അമേരിക്കൻ താല്പര്യങ്ങൾക്കൊത്ത് കാര്യങ്ങൾ അവിടെ നടക്കണം എന്നുള്ളതാണ് ട്രംപ് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിന് അവർ ഇപ്പം പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ നിലവിലൊരു വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഈ വൈസ് പ്രസിഡന്റും അവിടെ നിയമപരമായി പ്രോപ്പറായിട്ടുള്ള ഒരു ഇലക്ഷനിലല്ല തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള അഭിപ്രായമാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ അവർ ഒരു വിതിൻ 1 മന്ത്, നെക്സ്റ്റ് 30 ഡേയ്സിൻ്റെ ഉള്ളിൽ അവർ അടുത്ത ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കണം. അതായത് ഈ ഭരണകൂടം പിരിച്ചു വിട്ടിട്ട് അടുത്ത ഇലക്ഷൻ പ്രഖ്യാപിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക തീരുമാനിക്കും ആരാണ് വെനിസുലയെ റൂൾ ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം ഉയരുന്നു. അപ്പോൾ ഈ മച്ചാഡോ എന്ന് പറഞ്ഞ ഒരു നൊബൽ സമ്മാനം വാങ്ങിച്ചൊരു വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അവർക്കല്ലേ, അവരാണല്ലോ ഓപ്പോസിറ്റ് പാർട്ടി നേതാവ്. അപ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് നിലവിൽ അങ്ങനെ തന്നെ പൊക്കോട്ടെ. ഇപ്പം നിലവിലുള്ള ആ ഒരു ഡിഫൻസ് ഫോഴ്സും ഈ വൈസ് പ്രസിഡന്റും അവരെന്താണ് നിലപാടെടുക്കുന്നത്? അവരെ അമേരിക്കയ്ക്ക് വഴങ്ങുന്ന സാഹചര്യമാണോ, അല്ലെങ്കിൽ അവർ വീണ്ടും അമേരിക്കയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണോ എന്നുള്ളതൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒരുപക്ഷെ അമേരിക്ക എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ ഞങ്ങൾ വീണ്ടും സെക്കൻഡ് വേവ് അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് റഷ്യയും കൂടി ഒന്ന് കളിയാക്കുന്നുണ്ട്. അതായത് റഷ്യ, ലുക്ക് അറ്റ് ദാറ്റ്, ഹൗ അമേരിക്ക ഡിഡ് ദിസ് വർക്ക്. ഈ ജോലി അമേരിക്ക എങ്ങനെ ഭംഗിയായിട്ട് ചെയ്തു തീർത്തു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉക്രൈനൊക്കെ നിങ്ങൾ എത്ര വർഷം കൊണ്ട് അവിടെ കിടന്ന് ഇഴയാണ് എന്നുള്ള രീതിയിൽ മോക്ക് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ 2 തരത്തിൽ. ഒന്നെങ്കിൽ റഷ്യയെ കളിയാക്കാം, 2 ഉക്രൈനിൽ സെലൻസ്കി നിങ്ങൾ ഇതേപോലെ പൊക്കിയെടുത്തുകൊണ്ട് പോകാമായിരുന്നു എന്നുള്ള ഒരു ധ്വനിയും ഇതിനകത്തുണ്ട്. അങ്ങനെയും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് വായിക്കാം. അപ്പോൾ ഇനി റഷ്യ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് അഗ്രസീവായിട്ട് നേരെ ഒരു ഫോഴ്സിനെ ഇറക്കി ഉക്രൈൻ്റെ സെലൻസ്കിയെ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. അപ്പോൾ അങ്ങനെ 2 രീതിയിലും ഇതിനെ എടുക്കാം. പക്ഷെ എന്തായാലും സ്റ്റേറ്റ്മെന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ട്രംപ് വളരെ പ്രൗഡായിട്ട് പല രാജ്യങ്ങൾക്കും താക്കീത് കൊടുക്കുന്ന നിലയിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നത്. അത് അമേരിക്കയ്ക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ട്രംപിൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം അമേരിക്കയെ നിങ്ങൾ നോക്കൂ, എങ്ങനെ ഭംഗിയായിട്ടാണ് ഞങ്ങളുടെ ഡെൽറ്റ ഫോഴ്സ് വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തത്. വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്ത് തീർത്തു. അവിടെ ഒരു സ്റ്റീൽ ഡോർ ഉണ്ടായിരുന്നു. ആ സ്റ്റീൽ ഡോറിൻ്റെ അപ്പുറത്താണ് മദുറോവിൻ്റെ ബെഡ്റൂം ഉണ്ടായിരുന്നത്. ആ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കയറിപ്പോയി നൈസിന് പൊക്കി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ന്യൂയോർക്കിൽ പ്രസന്റ് ചെയ്യും മദുറോവിനെ. അതാണ് ഇപ്പോൾ അമേരിക്കയുടെ അടുത്ത സെലിബ്രേഷൻ. അപ്പോൾ ഇതൊരു സൈഡിൽ നടക്കുമ്പോൾ അടുത്ത 2-3 രാജ്യങ്ങളെ ട്രംപ് പറയുന്നുണ്ട്. അതൊന്ന് അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഒന്ന് ഇറാൻ. ഈ 2 രാജ്യങ്ങളെ പറയുന്നുണ്ട്. ഇറാന്റെ ഉള്ളിലേക്ക് അടുത്ത പണി കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അവരെ സൈലന്റ് ആയിട്ട് ഇസ്രായേൽ ഇത്തവണ വളരെ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. ഇറാന്റെ ഉള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. 7 ദിവസമായി അവിടെ തുടങ്ങിയിട്ട് ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ പുറകിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഇടപെടലുണ്ട്. അത് മൊസാദാണ് ഇതിന്റെ പുറകിൽ മൊത്തത്തിലിരുന്ന് കളിക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു 2-3 ദിവസത്തിൽ കെട്ടടങ്ങേണ്ട ഒരു പ്രതിഷേധം 7-8 ദിവസങ്ങളിലേക്ക് ഇത് നീണ്ടുപോകുന്നുവെങ്കിൽ ഇതിന്റെ പുറകിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ട്, പ്രൊപ്പഗൻഡ ഉണ്ട്. ഇതിന്റെ പുറകിൽ കൃത്യമായിട്ട് ആൾക്കാർ കളിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി IRGCക്കും ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ IRGC ശരിക്കും ഇപ്പം ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ്. കാരണം ഇപ്പം ഇതിനകത്ത് ഏത് തരത്തിൽ മൊസാദ് ഇടപെടും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട്. ഇതിനകത്ത് ട്രംപിന്റെ ഫുൾ സ്പീച്ചിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് അമേരിക്ക ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല, ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഫ്രാൻസ് അവർ അമേരിക്ക ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതേപോലെ ഈ ഒരു വിഷയത്തിൽ ചൈനയുടെ പങ്ക് ഇപ്പം ഡൗട്ട്ഫുള്ളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ മദ്രാവോ ശരിക്കും അവിടെ എത്തിയത് ഇന്നലെയാണ് ഈ പാലസിൽ പുള്ളിക്കാരൻ കിടന്നുറങ്ങിയത്. ഇതിനു മുമ്പെല്ലാം തന്നെ പുള്ളിക്കാരൻ റൗണ്ടിങ്ങിലാണ്, പല പല സ്ഥലങ്ങളിലാണ്. എവിടെയാണുള്ളത്, എന്താണ് സംഭവം, എവിടെ താമസിക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇല്ലായിരുന്നു. ഇന്നലെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇന്നലെ എന്തുകൊണ്ട് പുള്ളിക്കാരൻ പാലസിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൈനീസ് അംബാസിഡറുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ഫോറിൻ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പാലസിലെത്തിയത്. ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാലസിലേക്ക് എത്തിയതാണ്. അപ്പോൾ പാലസിൽ വന്നു, സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അങ്ങനെ രാത്രി 10 മുതൽ 12 മണി വരെയൊക്കെ ഈ മീറ്റിംഗ് നീണ്ടു നിന്നു. അപ്പോൾ ഇങ്ങനെ മീറ്റിംഗ് ഇങ്ങനെ നീണ്ടു പോയത് കൊണ്ട് തന്നെ ഈ സ്ഥലം ഓൾറെഡി തന്നെ റിവീൽ ചെയ്യപ്പെട്ടു മീഡിയയിലൊക്കെ, ചൈനയുമായിട്ട് ചർച്ച നടക്കുന്നുള്ളത്. അപ്പം ഒരു പരിധി വരെ ചൈനയും ഇതിൻ്റെ കാരണകർത്താവായിട്ട് മാറുകയാണ്. അത് കാരണം മാറാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഇനി ചൈനയെ CIA കൃത്യമായിട്ട് സ്പൈ വർക്കിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതിൽ വരെ, എന്നുള്ള രീതിയിൽ വരെ ഇപ്പം ചർച്ചകൾ മാറി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ചൈന തീർച്ചയായിട്ടും CIAയുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ CIAയുടെ ആൾക്കാർ ചൈനയ്ക്കുള്ളിൽ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഏതെങ്കിലും ചൈനീസ് പൗരനെ വരെ ഹയർ ചെയ്ത് അവരുടെ ഇടയിൽ എത്തിപ്പിക്കാൻ ശരിക്കും CIAക്ക് സാധിക്കും. അങ്ങനത്തെ ഏജന്റുകൾ തന്നെയാണ് CIAയെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. CIA പല പരിപാടികളും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് റെജിം ചേഞ്ചിൽ അഗ്രഗണ്യരാണ് ഈ CIA. അപ്പോൾ അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. പിന്നെ നിലവിൽ മറ്റു പല രാജ്യങ്ങളിലും ഇത് സംഭവിക്കില്ല. പക്ഷേ വെനിസ്വല പോലത്തെ രാജ്യങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ അവർക്ക് സാധിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ ചൈനയുടെ മീറ്റിംഗ് 12 മണി വരെ തുടരുകയും അത് കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റായി. ഇനിയിപ്പം ഈ രാത്രിയിൽ വേറെ എവിടെയും മാറി പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തേക്ക് ഇവിടെ താമസിച്ചിട്ട് രാവിലെ പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങിയതാണ് ഈ വെനിസ്വലയുടെ പ്രസിഡന്റ്. ആ സമയത്ത് തന്നെയാണ് കൃത്യമായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഡെൽറ്റ ഫോഴ്സ് ആ പാലസിന്റെ മേളിൽ ഇറങ്ങുന്നുണ്ട്. ആ പാലസിന്റെ മേളിൽ ഇറങ്ങുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പേ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായിട്ട് അവരുടെ ട്രൂപ്പ് വന്ന് ഇറങ്ങാണ്. ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രതിരോധമില്ല, ഒരു വിഷയങ്ങളില്ല. അവിടെ നിന്ന് ഒരു രീതിയിലുള്ള പ്രതിഷേധങ്ങളും വെനിസ്വലയുടെ ഭാഗത്തു നിന്നില്ല. അവരുടെ ഡിഫൻസ് ഫോഴ്സൊക്കെ എവിടെ പോയി കിടന്ന് ഉറങ്ങി നമുക്കറിയില്ല. ആ സാഹചര്യത്തിൽ കൃത്യമായിട്ട് വന്ന് ഇവർ നൈസിന് ഇയാളെ പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള എന്തോ പരിക്കുകളുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതും അമേരിക്ക പറഞ്ഞിരിക്കുന്നത് വലിയ പരിക്കൊന്നുമില്ല, അത് ഞങ്ങൾ ചികിത്സിച്ച് മാറ്റിക്കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിക്കോളാസിന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെനിസ്വലയുടെ പ്രസിഡന്റ് ഏത് തരത്തിലുള്ള ഡയലോഗുകളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഡയലോഗ്, അയാളുടെ ഒറ്റൊരു ഡയലോഗ് മാത്രം ഞാൻ ഇവിടെ കേൾപ്പിക്കാം. ഒരു തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ വരൂ, വന്ന് എന്നെ ഒന്ന് തൊട്ട് നോക്ക് എന്നുള്ള രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഡയലോഗുകളൊക്കെയാണ് മദുരാവോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഒരു ലീഡർ എന്നുള്ള നിലയിൽ ആവേശഭരിതമായിട്ട് സംസാരിക്കാം, ജനങ്ങളെ ഒന്ന് കോൾമേർ കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ ആവാം, അത് സ്വാഭാവികം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഡിഫൻസ് ഫോഴ്സ്, ഒരു രാജ്യമല്ലേ, ആ രാജ്യത്തിന് ഒരു ഡിഫൻസ് ഫോഴ്സിന് ചെറുതായിട്ട് എന്തെങ്കിലും, ഇത്രയും എല്ലാം തന്നെ ലോ ആൽറ്റിറ്റ്യൂഡിലാണ് ഈ ഹെലികോപ്റ്ററുകൾ കംപ്ലീറ്റ് വന്നത്. ലോ ആൽറ്റിറ്റ്യൂഡ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ലോ ആൽറ്റിറ്റ്യൂഡിൽ വന്നിട്ടാണ് കറക്റ്റ് ആ ഒരു തീരപ്രദേശത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു പ്രദേശത്തേക്ക് തന്നെ ഇയാൾ മണ്ടനാണോ അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ? അമേരിക്ക നിരന്തരം ഇയാളെ വാണ്ടഡ് ലിസ്റ്റിലിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ആ കടൽ തീരത്ത് തന്നെയുള്ള ബംഗ്ലാവിൽ പോയി കിടക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എത്രമാത്രം ബുദ്ധിശൂന്യതയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ഓയിൽ മോട്ടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം ഇതിനകത്ത്. മരുന്നിന്റെ പേരിൽ ആക്രമണം തുടങ്ങിയെങ്കിലും ഓയിൽ മോട്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതും ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. അതായത് ഇനി വെനിസ്വലയുടെ ഫ്യൂച്ചർ അമേരിക്ക തീരുമാനിക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് അമേരിക്ക പറയുന്നത്. അതായത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് ഏത് രാജ്യത്തിന്റെയും റെജീം അട്ടിമറിക്കാനുള്ള ആ ഒരു റൈറ്റ് ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ് അമേരിക്ക. ഇനി ഇതിന്റെ ഒരു ഫ്ലോപ്പ് സൈഡ് ഞാൻ പറയാം. അതായത് അമേരിക്കയുടെ ഒരു നെക്സ്റ്റ് സൈഡ്, ഇതിൽ ഈ ഒരു ഓപ്പറേഷനിൽ CIAക്ക് നമ്മൾ കൊടുക്കേണ്ട അപ്രിസിയേഷൻ വളരെ വലുതാണ്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഏത് രാജ്യത്തിൻ്റെ ഉള്ളിലായാലും CIA കടന്നുപോയി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഗ്യാതറിങ്, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും CIAയുടെ ഒരു ഏജന്റ്
വെനിസുലയുടെ ഉള്ളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വളരെ എളുപ്പമാണ് അവിടെ പ്രവർത്തിക്കാൻ. അത്ര ഹാർഡായിട്ടുള്ള ഒരു പ്രശ്നമില്ല വെനിസുലയെ സംബന്ധിച്ചിടത്തോളം. കാരണം അവിടുത്തെ ഓപ്പോസിറ്റ് പാർട്ടി ലീഡർ എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു വ്യക്തിയല്ലല്ലോ, അതൊരു പാർട്ടിയാണ്. ഉണ്ട്, അവരുടെ സപ്പോർട്ട് അമേരിക്കയോടൊപ്പമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് കൊടുക്കുക. ഈ പാലസിന്റെ ബ്ലൂ പ്രിന്റ്, ഇതിന്റെ മാപ്പ്, ഇതിന്റെ ബെഡ്റൂം എവിടെയാണുള്ളത്, ഇതെല്ലാം തന്നെ കൃത്യം, ഓഫീസ് റൂം എവിടെയാണുള്ളത്, മീറ്റിംഗ് ഹാൾ എവിടെയാണുള്ളത്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് CIA ഇൻഫർമേഷൻ എത്തിക്കാൻ, ഇതിന്റെ ബ്ലൂ പ്രിന്റ് എത്തിക്കാൻ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും CIA വളരെ വ്യക്തമായിട്ട് ഈ ഒരു പ്ലാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ ഓപ്പറേഷൻ എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ അംഗീകരിക്കാം. പക്ഷേ അതിലുപരിയായിട്ട് അമേരിക്കയുടെ ഇതിന്റെ മേലുള്ള താല്പര്യം, ഇതിന്റെ മോറൽ എത്തിക്സ്, അതൊന്നും നമുക്ക് ഇതിനകത്ത് മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത് പൂർണ്ണ പരാജയമാണ്, സമ്പൂർണ്ണ പരാജയം തന്നെയാണ്. കാരണം മരുന്നിന്റെ കാര്യം പറഞ്ഞു പോയിട്ട് അവിടുന്ന് ഓയിൽ മോട്ടിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓപ്പൺ ആയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് നിന്ന് പറയുകയാണ്. Until such time as we can do a safe, proper, and judicious. Take place. So we're going to stay until such time as we're going to run it essentially until such time as a proper transition can take place. വെനിസുലയുടെ എണ്ണ കമ്പോളം മൊത്തത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുകയാണെന്ന് വളരെ ഓപ്പൺ ആയിട്ട് നിന്ന് പറയുകയാണ്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അറ്റാക്ക് നടത്തി അതേ സെയിം ഡേയിൽ തന്നെയാണ് ഇത് വിളിച്ച് പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇറാഖിൽ നോക്കൂ, ഓരോ രാജ്യത്തിൻ്റെയും സെനാറിയോ വേറെ വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് റഷ്യ അമേരിക്ക കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇറാഖിൽ അമേരിക്ക പോയി എന്താണ് ചെയ്തത്? 1,70,000 സോൾജേഴ്സാണ് ഇറാഖിന്റെ ഉള്ളിൽ ഇറക്കിയത്. എന്നിട്ട് എത്രയോ മാസങ്ങൾ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് സദാം ഹുസൈനെ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞത്. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതേസമയം അഫ്ഗാനിസ്ഥാനിൽ നോക്കൂ, അഫ്ഗാനിസ്ഥാനിൽ പരാജയപ്പെട്ടിട്ടാണ് പോകുന്നത്. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ എക്സാമ്പിളുകളൊക്കെ ഉണ്ട്. ഇത് ഒരു അൺഎക്സ്പെക്ടഡ് സെനാരിയോ എവിടെ? വെനിസുലയിൽ. കാരണം വെനിസുല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 3 മാസം കൊണ്ട് വെനിസുലയുടെ അതിർത്തിയിൽ തന്നെ കിടക്കാണ്. വെനിസുലയെ മോണിറ്റർ ചെയ്തുകൊണ്ട് രാവും പകലും വെനിസുലയെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് അമേരിക്ക. എന്നിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് മാസങ്ങളോളം സമയമെടുത്തിട്ട് ഏതാണ്ട് 4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഓപ്പറേഷൻ നടത്താമെന്ന് തീരുമാനിച്ചിട്ട് അതിനെ മാറ്റിവെച്ച് പോസ്റ്റ്പോൺ ചെയ്ത് ഇന്നലെ നടത്തിയിരിക്കുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയ അച്ചീവ്മെന്റ് ഒന്നും പറയാനില്ല. പൊതുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ ഫോഴ്സിന്റെ ഒരു ഓപ്പറേഷൻ എന്നുള്ള നിലയിൽ അവരുടെ ടാസ്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ ഒരു അച്ചീവ്മെന്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് മൊത്തത്തിൽ മോഷണമാണ്. അതാണ് മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും വന്ന് താഴെ എഴുതും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം റിയാലിറ്റി ഈസ് റിയാലിറ്റി. അതാണ് മനസ്സിലാക്കേണ്ടത്. എത്ര വലിയ രാജ്യമായാലും മറ്റൊരു രാജ്യത്തിനെ പോയിട്ട് ഈ രീതിയിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ അസറ്റുകൾ കൊള്ളയടിക്കുക എന്നുള്ളത് അത്ര നല്ല പരിപാടിയല്ല. അതാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. അതിന് മരുന്ന് കച്ചവടം തടയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് ആ രാജ്യത്തിന്റെ അസറ്റുകളെല്ലാം ഞങ്ങൾ ഇനി നിയന്ത്രിക്കും, ഇനി വെനിസുല ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം എന്നുള്ള നിലയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ ഒരു മോഡേൺ ഡേയ്സിന് ചേർന്ന പരിപാടിയല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വെനിസുലയുടെ ഡെസാഡോ എന്ന് പറഞ്ഞ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇപ്പോൾ പുറത്തു വന്ന് സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത്, എന്ത് ഡിഫൻസ് മിനിസ്റ്റർ, ഇയാളെയൊക്കെ ഡിഫൻസ് മിനിസ്റ്ററായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടതില്ല. കാരണം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പൊക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ഇയാൾ എവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ട് വേണം അയാൾ ഇനി ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ. അവർ വലിയ രീതിയിൽ ഞങ്ങളുടെ പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് തമാശയായിട്ടാണ് തോന്നുന്നത് ശരിക്കും. ഇപ്പോൾ 2 ഡാൻസുകൾ തമ്മിലാണ് മത്സരം. ഇപ്പോൾ 2 ആൾക്കാരുടെയും ഡാൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ്. ഒരു സൈഡിൽ ട്രംപിന്റെ ഡാൻസ്, അതിനെ എതിർത്തുകൊണ്ട് മറ്റൊരു സൈഡിൽ മദുറോയുടെ ഡാൻസ്. ഇനിയിപ്പോൾ 2 പേർക്കും ഒരുമിച്ച് ഒരേ സ്റ്റേജിൽ അമേരിക്കയിൽ ഡാൻസ് കളിക്കാം. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഡാൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് ഡാൻസുകൾ അവിടെ നടക്കുന്നത്. 2 പേരുടെയും 2 വ്യത്യസ്ത തരത്തിലുള്ള ഡാൻസുകളാണ്. അപ്പോൾ എന്തായാലും ഡാൻസ് കളിച്ച് അവസാനം കളി കാര്യമായി. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ചൈന ഒരു പക്ഷേ അമേരിക്കയുമായി ചേർന്ന് സ്പൈ വർക്ക് ചെയ്തിട്ടുണ്ടോ, വെനിസുലയുടെ പ്രസിഡന്റിനെ പാലസിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചർച്ച വൈകിപ്പിച്ചതാണോ എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറും ചോദ്യങ്ങൾ മാത്രമാണ്. ശരിക്കും മദുറോവ പെർമിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്ത് പോയത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ വെനിസുല തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇപ്പോൾ പ്രസിഡന്റിനെ തന്നെ അവർ കൊണ്ടുപോയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇനി അമേരിക്കയ്ക്ക് ഒബേ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് വെനിസുല. അതാണ് ഇപ്പോൾ വെനിസുലയ്ക്ക് മുന്നിലുള്ള ഒരു മാർഗം. കസാര മോഹിച്ച് നൊബേൽ പീസ് പ്രൈസ് നേടിയ ഒരു വ്യക്തി അവിടെ ഇരിപ്പുണ്ട്, മരിയ കൊറീന മച്ചാഡോ. അവർ പറഞ്ഞിരിക്കുന്നത്
ഒരു പീസ്ഫുൾ ട്രാൻസിഷൻ, ഗവൺമെന്റ് ട്രാൻസിഷന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് പുള്ളിക്കാരത്തേക്ക് ഇനി ഇലക്ഷൻ ഒന്നും വേണ്ട, അതിലൊന്നും യാതൊരു കാര്യമില്ല. പുള്ളിക്കാരി ഏതാണ്ട് ട്രംപിനെ കണ്ട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അപ്പം നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. സോ ഒരു പീസ്ഫുൾ ട്രാൻസിഷനാണ് പുള്ളിക്കാരി എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഇലക്ഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് എനിക്ക് അങ്ങ് തന്നാൽ മതി. ഇലക്ഷൻ ഒന്നും ഇല്ലാതെ ഈ മരിയ കൊറീനയ്ക്ക് ഈ പ്രസിഡന്റ് എന്നുള്ള ഒരു പദവി കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് മധുറാവ് അവിടെ നിന്ന് മാറ്റണം? ഇത് പ്രോപ്പറായിട്ട് കാൻഡിഡേറ്റ്സിനെ നിർത്തി ഒരു ഇലക്ഷൻ നടത്തി ജനഹിതം എന്താണോ, ജനങ്ങൾക്ക് വേണ്ട, ജനങ്ങൾക്ക് താല്പര്യമുള്ള, ജനങ്ങളുടെ ഇടയിൽ മെജോറിറ്റി ഉള്ള ഒരു വ്യക്തി വേണം ആ കസേരയിൽ ഇരിക്കാൻ. അതാണ് നടത്തേണ്ടത്. നിക്കോളസ് മദുറാവോ പലപ്പോഴും അമേരിക്കയുമായിട്ട് ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അമേരിക്ക നെഗോസിയേഷന് തയ്യാറായില്ല എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷനും ഇന്ന് ട്രംപ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി വർഷങ്ങളായിട്ട് ചൈന, റഷ്യ, ഇറാൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഡിപ്ലോമസി മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. ഇനിയിപ്പോൾ എത്ര തന്നെ അമേരിക്കയുമായിട്ട് വ്യാപാര ബന്ധങ്ങളോ മറ്റുള്ള തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ വെച്ചാലും ഈ വ്യക്തി എപ്പോഴും ഒരു ബാലൻസ് ഡിപ്ലോമസി ആയിരിക്കും കൊണ്ടുപോകുക. അപ്പോൾ ആ ഡിപ്ലോമസിയിൽ ഇപ്പോൾ ഇതുവരെയുള്ള ചൈനയുടെ ബന്ധങ്ങൾക്കും അതുപോലെ ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾക്കും റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങൾക്കൊക്കെ നോർത്ത് കൊറിയയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു രീതിയിലും ഒരു വേർതിരിവിന് ഉണ്ടാക്കാൻ കഴിയില്ല. അയാൾക്ക് ആ രാജ്യങ്ങളുമായിട്ടും ചേർന്നുകൊണ്ട് അമേരിക്കയുമായിട്ട് ഒത്ത് പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. അമേരിക്കയ്ക്ക് ഒരിക്കലും അത് അക്സെപ്റ്റബിൾ അല്ല. അമേരിക്കയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യം അമേരിക്കയോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അപ്പോൾ ഈ ബലഹീനരായിട്ടുള്ള വെനിസുലയെ തന്നെ അമേരിക്കയ്ക്ക് അനുസരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയെക്കുറിച്ച് മറ്റുള്ള രാജ്യങ്ങൾ എന്ത് കരുതും? അപ്പോൾ അതുകൊണ്ടാണ് നെഗോസിയേഷന് തയ്യാറാവാത്തത്. അതായത് വെനിസുലയിലെ നിക്കോളസ് മദുറാവോവിന് ഒരിക്കലും ഈ രാജ്യങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഏതാണ് ചൈന, ഇറാൻ, നോർത്ത് കൊറിയ, റഷ്യ, ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയോടൊപ്പം പൂർണ്ണമായിട്ട് വരാൻ കഴിയില്ല ഈ നേതാവിന്. അതുകൊണ്ടാണ് ഈ നേതാവിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ. രണ്ട് വ്യത്യസ്ത ചേരികളിലാണ് വെനിസുലയുടെ ഉള്ളിൽ ആൾക്കാരുള്ളത്. പ്രത്യേകിച്ചും ഒരു ഭരണാധികാരി, ഒരു ഡിക്റ്റേറ്റർഷിപ്പ് മനോഭാവത്തോടുകൂടി ആ രാജ്യത്തിനെ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് തരത്തിലുള്ള നിലപാടുകൾ അവിടെ ഉണ്ടാവും. മച്ചാഡോയെ അനുകൂലിക്കുന്ന ഒരു ടീമുണ്ട്. അവർ തീർച്ചയായിട്ടും നിക്കോളാസിനെ എതിർത്തുകൊണ്ടുള്ള എതിർചേരിയിലാണ് അവർ അണിനിരക്കുന്നത്. അതേപോലെ തന്നെ നിക്കോളാസിനെ അനുകൂലിച്ചുള്ള ആൾക്കാരുമുണ്ട്. അവർ രാവിലെ പാലസിന്റെ മുന്നിലൊക്കെ വന്ന് നിന്ന് ചെറിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ട് അവർ പോവുകയാണ് ചെയ്തത്. ഇപ്പൊ ഈ നീണ്ട ഭരണകാലത്തിൽ നിക്കോളാസിന് ഏറ്റവും കൂടുതൽ അവിടെ എതിർ സ്വരങ്ങളാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പോസ്റ്ററുകൾ വലിച്ചു താഴെ ഇടുക, നിക്കോളാസിന്റെ പടങ്ങൾ കത്തിക്കുക, ഇതേപോലത്തെ, അതായത് അസാദിന് എന്താണ് സംഭവിച്ചത് അതേ മാതൃകയിലുള്ള ചില സംഭവ വികാസങ്ങൾ വെനിസുലയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒരു പരിധിവരെ ഒരു 60% കൂടുതൽ ആളുകൾ അമേരിക്കയുടെ ഈ ഒരു പ്രവൃത്തിയെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു രംഗമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പൊതുവിൽ നമ്മൾ അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റത്തിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴും അവിടുത്തെ ജനഹിതം ഒരു പരിധിവരെ അമേരിക്കയുടെ പ്രവൃത്തിയെ അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൊതുവിൽ നമ്മൾ പറയുമ്പം എല്ലാം കൂടി പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്. ഇത് നമ്മൾ പറയാതെ പോകാൻ പറ്റത്തില്ല. കാരണം ഒരു അൺഡിനയബിൾ ഫാക്റ്റ് ആണിത് വെനിസുലയുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വെനിസുലയുടെ ഉള്ളിൽ നിക്കോളാസ് മദുറാവിന്റെ പതനത്തിന് ശേഷം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ഇസ്രായേൽ കൃത്യമായിട്ട് കാത്തിരിക്കുകയാണ്. ഏത് മൊമെന്റിലും ഒരു റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതേപോലെ സൈലന്റ് ആയിട്ട് ഇസ്രായേലിന്റെ ടീം അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇറാന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.